പ്രമേഹ രോഗികൾക്ക് ഒരു ആശ്വാസ വാർത്ത. പ്രമേഹ ചികിത്സയിൽ നൂതന ചികിത്സാരീതി വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. സെൽ തെറാപ്പി ഉപയോഗിച്ചാണ് പ്രമേഹ രോഗിയെ പൂർണ്ണമായി രോഗമുക്തരാക്കിയത്. ഷാങ്ഹായ് ചാങ്ഷെങ് ഹോസ്പിറ്റൽ, ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന് കീഴിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ മോളിക്യുലർ സെൽ സയൻസ്, റെൻജി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെ സംഘമാണ് പുതിയ ചികിത്സാരീതി പരീക്ഷിച്ച് വിജയിപ്പിച്ചത്. ആഗോളതലത്തിൽ ഏറ്റവുമധികം പ്രമേഹ രോഗികളുള്ള രാജ്യമാണ് ചൈന. ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷന്റെ കണക്കനുസരിച്ച് ചൈനയിൽ 14 കോടി പ്രമേഹ രോഗികളുണ്ട്. ഇവരിൽ 4 കോടി ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവയ്പ്പുകളെ ആശ്രയിക്കുന്നവരാണ്. പുതിയ സെൽ തെറാപ്പി വിജയം കണ്ടതോടെ ചൈനയിലെ പ്രമേഹ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റമാണ് ആരോഗ്യ വിദഗ്ധർ മുന്നിൽ കാണുന്നത്. 2021 ജൂലൈയിൽ ആരംഭിച്ച ചികിത്സാ പരീക്ഷണം 2.25 വർഷക്കാലം നീണ്ടു. പുതിയ ചികിത്സാരീതി വിജയകരമായതിനു പിന്നാലെ ഡിസ്കവറി ജേണൽ വഴി വിശദമായ പഠനരീതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2021 ജൂലൈയിലാണ് ഒരു പ്രമേഹ രോഗിയിൽ ചികിത്സ ആരംഭിക്കുന്നത്. 11 ആഴ്ചകൾക്ക് ശേഷം രോഗി ഇൻസുലിൻ കുത്തിവയ്ക്കുന്നത് അവസാനിപ്പിച്ചു. പിന്നാലെ പ്രമേഹം ക്രമേണ കുറയുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഗുളികകൾ കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തുകയും ചെയ്തു. രോഗിയുടെ പാൻക്രിയാറ്റിക് സെല്ലുകളുടെ പ്രവർത്തനം ഫലപ്രദമായി പുനഃസ്ഥാപിച്ചതായും തുടർ പരിശോധനകളിൽ തെളിഞ്ഞു. ഇതോടെയാണ് ചികിത്സാ പരീക്ഷണം വിജയകരമാണെന്ന് സംഘം വ്യക്തമാക്കിയത്. എന്താണ് സെൽ തെറാപ്പി? പുതിയതും ആരോഗ്യകരവുമായ കോശങ്ങളെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയാണ് സെൽ തെറാപ്പി. ഈ കോശങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലെത്തുന്നതുവരെ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ കോശങ്ങൾ മറ്റ് കോശങ്ങളുമായി ചേർന്ന് പ്രവർത്തനം സാധാരണ നിലയിലെത്തിയാൽ രോഗപ്രതിരോധ ശേഷിയിൽ കാര്യമായ വർധനവുണ്ടാകുന്നു. ഇതേ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ചൈനീസ് സംഘം വിജയകരമായി പ്രമേഹത്തിനെതിരെയും പരീക്ഷിച്ച് വിജയിച്ചത്. ലോകമെമ്പാടും മെഡിക്കൽ രംഗത്ത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് സെൽ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ജീവിതശൈലി രോഗമായ പ്രമേഹത്തിനെതിരെ ഇതാദ്യമായാണ് ഇത്തരമൊരു ചികിത്സാരീതി പരീക്ഷിക്കുന്നത്. ചൈനീസ് സംഘം രോഗിയുടെ പെരിഫറൽ ബ്ലഡ് മോണോ ന്യൂക്ലിയർ സെല്ലുകൾ ശേഖരിക്കുകയായിരുന്നു. ഈ കോശങ്ങൾ വിത്ത് കോശങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും പ്രത്യേക ലബോറട്ടറിയിൽ പാൻക്രിയാറ്റിക് ടിഷ്യൂ പുനഃസൃഷ്ടിക്കുകയുമായിരുന്നു. ഇതാണ് പിന്നീട് രോഗിയുടെ പാൻക്രിയാസിൽ പ്രവർത്തിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്തത്.